കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് പ്ലേയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്നൊരു കോൺട്രാക്ട് എക്സ്റ്റൻഷനും ഒന്ന് ഒരു ഡിപ്പാച്ചർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യമാണ്. ആദ്യം നമുക്ക് കോൺട്രാക്ട് എക്സ്റ്റൻഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. മറ്റൊന്നുമല്ല, നവോച്ച സിംഗ് അത് കുറച്ച് മുന്നെയാണ് വന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 25-year-old ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ളൊരു താരമാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വർഷം അദ്ദേഹം ഒരു ലോൺ മൂവിൽ ആണ് വരുന്നത് മുംബൈയിൽ നിന്നും. ഈ സീസണിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, അതൊരു ഷോർട്ട് പീരീഡിലാണ് കൊടുത്തത്, ഈ സീസൺ മാത്രം. എന്താണെങ്കിലും ഇതാ 2028 വരെയുള്ളൊരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. നവോച്ചയെ പറ്റി പറയുമ്പോൾ ലാസ്റ്റ് സീസണിൽ ഐബാൻ പോയ സാഹചര്യത്തിലാണ്, ഇഞ്ചുറി പറ്റി പോയ സാഹചര്യത്തിലാണ് അദ്ദേഹം ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന ലെവലിൽ വന്നു, നന്നായിട്ട് പെർഫോം ചെയ്തു. ഈ സീസണിലാണെങ്കിലും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. സോ അദ്ദേഹം വന്നു, നന്നായി കളിച്ചു. ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു 2 ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ പേര് പറയുകയാണെങ്കിൽ, ഏറ്റവും ബെസ്റ്റായിട്ട് കളിക്കുന്ന 2 ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ പേര് പറയുകയാണെങ്കിൽ സോഫാർ അതിലൊരാൾ തന്നെയാണ് നവോച്ച സിംഗ്. പ്രത്യേകിച്ച് നമ്മുടെ ഡിഫൻസീവ് പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. ആ സാഹചര്യത്തിലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഗെയിം ആ ഒരു മേഖലയിൽ കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ് നവോച്ച. അപ്പോൾ നവോച്ചയ്ക്ക് ഒരു 3-year എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. 2 വർഷമായിട്ട് അദ്ദേഹം കളിക്കുന്ന പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം കോൺട്രിബ്യൂഷനൊക്കെ കൊടുക്കുന്നൊരു പ്ലെയറാണ്. സോ നമ്മളങ്ങനെ ഒരുപാട് പ്രകീർത്തിക്കാത്ത അങ്ങനെയുള്ളൊരു പ്ലെയറാണ്. എന്നാണെങ്കിലും ഫോർ മീ ഞാൻ ഹാപ്പിയാണ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. സൗരവ് മണ്ഡലാണ്. അദ്ദേഹം ക്ലബ്ബ് വിട്ട് പോകുകയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് എങ്ങോട്ടാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പം ഗോകുലം കേരളയായിട്ട് ലിങ്ക് ചെയ്താണ് കൂടുതലും കേൾക്കുന്നത്. അതായത് ഐ ലീഗിലേക്ക് അദ്ദേഹം പോകും എന്നുള്ള കാര്യം. മറ്റൊരു ഐ ലീഗ് ക്ലബ്ബുമായിട്ടും ചില വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഗോകുലമാണ് ഇപ്പം ഒരു വലിയ തോതിൽ കേൾക്കുന്ന ഒരു പേര് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു റൈറ്റ് വിങ്ങർ ആയിട്ടുള്ളൊരു താരമാണ്. ഫോർ മീ ഞാൻ അത്ര ഒരു സാറ്റിസ്ഫൈഡ് ആകില്ല സൗരവ് പോയാൽ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു കാരണം പറയാം. ഈ സീസൺ സോഫാർ ഇതേവരെ കളിക്കാത്തൊരു പ്ലെയറാണ്. എനിക്കറിയത്തില്ല സ്ക്വാഡിൽ തന്നെ വന്നിട്ടുണ്ടോ, മാച്ച് ഡേ സ്ക്വാഡിൽ തന്നെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ്. ലാസ്റ്റ് സീസണിൽ നമുക്കറിയാലോ, നമ്മുടെ റൈറ്റ് വിങ് പൊസിഷൻ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടിരുന്നൊരു മേഖലയാണ്. സോ അവിടെ ഒരു ലാസ്റ്റ് ഫേസ് ഓഫ് ഒരു ISL ഒക്കെ എത്തിയപ്പോഴാണ് സൗരവ് മണ്ഡൽ ഒരു ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. അദ്ദേഹം അവിടെ മറ്റു പ്ലേയേഴ്സ് ഉണ്ടാക്കാത്ത തരത്തിലൊക്കെയുള്ളൊരു ഇമ്പാക്റ്റ് പലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻ്റായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്, പ്രത്യേകിച്ച് നിഹാൽ കൂടി ലോണിൽ പോയിട്ടുള്ളൊരു സാഹചര്യത്തിൽ സൗരവിന് ആയിരിക്കും കൂടുതൽ ഗെയിം ടൈം ഒക്കെ കിട്ടുക എന്നുള്ളതാണ്. എനിക്കറിയത്തില്ല, സീസണിൻ്റെ തുടക്കത്തിൽ ഇഞ്ചുറി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ബട്ട് തുടങ്ങിയപ്പോൾ നമുക്കറിയാം രാഹുൽ തന്നെ ഒരു ഫസ്റ്റ് ചോയ്സ് റൈറ്റ് വിങ്ങർ എന്ന നിലയിലേക്ക് വന്നു. സൗരവ് ഞാൻ പറഞ്ഞ പോലെ അവൈലബിൾ അല്ലാത്ത പ്രശ്നങ്ങളായിരിക്കും. എന്താണെങ്കിലും നിലവിൽ നമുക്കറിയാം നമ്മുടെ റൈറ്റ് വിങ് പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോറു സിംഗ് ആണ്. പക്ഷേ കോറു സിംഗിൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അദ്ദേഹം 17 വയസ്സേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തെ ഒരു വളരെ ഇപ്പം നമുക്ക് അണ്ടർ 20 അദ്ദേഹം പോയിരുന്നെങ്കിൽ, ക്വാളിഫൈ ആയിട്ടൊക്കെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ലഭ്യമാകില്ലായിരുന്നു ഈ ഒരു കോറു സിംഗ് എന്നുള്ളതാണ്. പക്ഷേ ഔട്ടായി, യോഗ്യത നേടിയില്ല. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നു, ഇവിടെ കളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇത്രയും യങ്ങായിട്ടുള്ള പ്ലേയേഴ്സിന് നമ്മളൊരു ISL ക്ലബിൻ്റെ ഒരു മേജർ പൊസിഷൻ കൊടുക്കുന്നതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്ലെയറിനും അതൊരു പ്രശ്നമാണ്, അതുപോലെ തന്നെ നമ്മുടെ ക്ലബിനും അത് ഒരു പ്രശ്നമായിട്ട് വരും. ഇങ്ങനത്തെ പ്ലേയേഴ്സിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് മുകളോട്ട് കയറ്റിക്കൊണ്ട് വരുന്നത്. ആദ്യം കുറച്ച് മിനിറ്റ്സ് ഒക്കെ കൊടുത്താണ്. ഇതിപ്പം അദ്ദേഹം വന്ന് 1-2 മത്സരത്തിനകം തന്നെ ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന ലെവലിലേക്ക് മാറാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഞാൻ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ നമുക്ക് ആ പൊസിഷനിൽ മറ്റൊരു പ്ലെയർ ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അതായത് പെർഫോമൻസ് കൊടുക്കുന്നൊരു പ്ലെയർ ഇല്ല എന്നുള്ളതാണ്. അപ്പം സൗരവ് മണ്ഡൽ ഈ പറഞ്ഞ പോലെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന പ്ലെയർ ആയിരുന്നു. സോ ഐ ഡോണ്ട് നോ. അതുപോലെ തന്നെ നിഹാലും ഇപ്പം പഞ്ചാബിൽ പോയി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സൗരവ് ഇനി അവിടെ പോയി ഗോകുലത്തിൽ പോയി എങ്ങനെ പെർഫോം ചെയ്യുമെന്നൊക്കെ ഉള്ളത് നോക്കാം. എന്താണെങ്കിലും ഞാൻ അത്ര ഒരു ഹാപ്പി അല്ല. ഇനിയിപ്പം ആ പൊസിഷനിൽ ഏതെങ്കിലും ഒരു പ്ലെയറെ കൊണ്ടുവന്നാൽ, ജനുവരിയിൽ കൊണ്ടുവന്നാൽ ഫൈൻ. പക്ഷേ എനിക്കറിയത്തില്ല, കാരണം നിഹാൽ പോയപ്പോൾ ഞാൻ അന്ന് വീഡിയോ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. നിഹാൽ പോയെങ്കിലും മറ്റൊരു പ്ലെയർ അവിടെ എത്തിക്കാനാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷേ ഒന്നും നടന്നില്ല. എന്നാണെങ്കിലും പുതിയ CEO ആണല്ലോ വന്നത്. പുള്ളി ട്രോഫി ഒബ്സഷൻ ഒന്നും പാടില്ലാത്തൊരു CEO ആയതുകൊണ്ട് എനിക്കറിയത്തില്ല എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഉള്ളത്. ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസും തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയ.